ഹായ് ഓൾ, നമ്മുടെ നീ ജോയിൻറ്റിൻ്റെ സുഗമമായ ചലനത്തിന് സഹായിക്കുന്ന ഇലാസ്റ്റികതയുള്ളൊരു പാളിയാണ് തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ്. പ്രായമാകും തോറും അല്ലെങ്കിൽ അമിതഭാരം കാരണമൊക്കെ ഈ തരുണാസ്ഥി തേഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ മുട്ട് തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. വേദന, പടികൾ കയറുമ്പോഴോ ഇരിക്കുമ്പോഴോ വേദന കൂടുക, മുട്ടിൽ വീക്കം വരിക, ക്രെപ്പിറ്റസ് എന്ന് പറഞ്ഞ് മുട്ട് മടക്കുമ്പോഴും നീട്ടുമ്പോഴും ശബ്ദം കേൾക്കുക, സ്റ്റിഫ്നെസ്, രാവിലെ എഴുന്നേൽക്കുമ്പോഴും കുറേ നേരം ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴും മുട്ട് നിവർത്താൻ പ്രയാസം അനുഭവപ്പെടുക, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതിന് ഏറ്റവും നല്ല ഒരു ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റാണ് വ്യായാമം. എന്തുകൊണ്ടാണ് എക്സസൈസ് ചെയ്യാനായിട്ട് പറയുന്നത്? മുട്ടിന് ചുറ്റുമുള്ള പേശികൾ, അതായത് ക്വാഡ്രിസെപ്സ്, ഹാംസ്ട്രിങ്സ്, ഇതിനെയൊക്കെ ശക്തമാക്കുന്നതോടുകൂടി ശരീരത്തിൻ്റെ ഭാരം നമ്മുടെ ജോയിൻറ്റിൽ നേരിട്ട് പതിക്കാതെ ഈ പേശികൾ താങ്ങുന്നു. ഇത് വേദന കുറയ്ക്കാൻ സഹായിക്കുന്നു. ജോയിൻറ്റിലേക്കുള്ള രക്തയോട്ടം കൂട്ടുന്നതിനും ഈ എക്സർസൈസ് സഹായിക്കുന്നു. വളരെ ഇഫക്റ്റീവായിട്ടുള്ള 3 എക്സർസൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിൻ്റെ ആ എക്സർസൈസ് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്വാഡ്രിസെപ്സ് സെറ്റ്സ്. ഈ വ്യായാമം തുടയുടെ മുൻഭാഗത്തെ, അതായത് ക്വാഡ്രിസെപ്സ് മസിലിനെ സ്ട്രോങ് ആക്കുന്നു. ചെയ്യേണ്ട രീതി നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇരിക്കുക. കാല് നീട്ടിയാണ് ഇരിക്കുന്നത്. ഒരു ചെറിയ ടവൽ ചുരുട്ടി മുട്ടിന് തൊട്ട് താഴെയായിട്ട് വെക്കുക. മുട്ടുകൊണ്ട് ടവലിൽ ബലമായിട്ട് അമർത്തുക. ഇങ്ങനെ ബലമായിട്ട് അമർത്തുമ്പോൾ നമ്മുടെ പേശികൾ മുറുകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതേ അവസ്ഥയിൽ ഒരു 5 മുതൽ 10 സെക്കൻഡ് വരെ പിടിക്കുക. സാവധാനം പേശികൾ അയച്ചു വിടുക. ഇത് ഒരു 10 പ്രാവശ്യം ആവർത്തിക്കുക. നമ്മുടെ നീ ജോയിൻറ്റിനെ താങ്ങി നിർത്തുന്ന പ്രധാന പേശിയാണ് ഈ മസിൽ. ഈ വ്യായാമം ചെയ്യുന്നതിലൂടെ മുട്ടിന് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടുകയാണ് ചെയ്യുന്നത്. അടുത്ത എക്സർസൈസ് എന്താണെന്ന് നോക്കാം. സ്ട്രെയിറ്റ് ലെഗ് റേസ്. മുട്ടിന് അമിത ഭാരം നൽകാതെ തന്നെ കാലിലെ പേശികൾക്ക് കരുത്തു വരുന്ന ഒരു എക്സർസൈസാണിത്. ചെയ്യേണ്ട രീതി, നമ്മളിങ്ങനെ ഒരു പരന്ന പ്രതലത്തിൽ മലർന്നു കിടക്കുകയാണ്. ഒരു കാല് മടക്കി പാദം തറയിൽ ഉറപ്പിച്ചു വെക്കുക. ഇത് നട്ടലിനൊരു താങ്ങ് നൽകുന്നതാണ്. മറ്റേ കാല് മുട്ടുമടങ്ങാതെ നേരെ നീട്ടിപ്പിടിക്കുക. നമ്മുടെ പിക്ചറിൽ കാണുന്നത് പോലെ ഈ നീട്ടിപ്പിടിച്ചിരിക്കുന്ന കാല് പതുക്കെ തറയിൽ നിന്ന് ഏകദേശം ഒരു 45 ഡിഗ്രി ഉയർത്തുക. 5 to 10 സെക്കൻഡ്സ് ഉയർത്തിപ്പിടിക്കുക. സാവധാനം താഴേക്ക് വെക്കുക. ഓരോ കാലിലും 10 റെപ്പിറ്റേഷൻസ് വെച്ച് ചെയ്യാവുന്നതാണ്. ഈ എക്സസൈസിൻ്റെ ഗുണം എന്താണ്? മുട്ടിന് വേദനയുള്ളവർക്ക് മുട്ട് മടങ്ങാതെ തന്നെ തുടയിലെ പേശികൾക്ക് വ്യായാമം നൽകാൻ ഇത് സഹായിക്കുന്നു. മുട്ടിൻ്റെ ചലനശേഷിയും ഇത് വർദ്ധിപ്പിക്കുന്നു. അടുത്ത വ്യായാമമാണ് ഹാംസ്ട്രിങ് സ്ട്രെച്ച്. തുടയുടെ പിൻഭാഗത്തെ പേശികൾക്ക് അയവ് വരുത്താനാണ് ഈ വ്യായാമം ചെയ്യുന്നത്. ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് പിക്ചറിൽ കാണുന്ന പോലെ ഒരു കസേരയുടെ അറ്റത്തായിട്ട് നട്ടെല്ല് നിവർത്തിയിരിക്കുന്നു. ഒരു കാല് നേരെ മുന്നോട്ട് വെച്ച് നമ്മുടെ ഹീല് തറയിൽ ഉറപ്പിച്ചു വെക്കുക. ശരീരം പതുക്കെ മുന്നോട്ട് ചരിക്കുക. മുട്ട് വളയരുത്. തുടയുടെ പിൻഭാഗത്ത് ചെറിയൊരു വലിച്ചിൽ അനുഭവപ്പെടുന്നവരെ ചെയ്യുക. ഈ അവസ്ഥയിലൊരു 20 to 30 സെക്കൻഡ്സ് വരെ തുടരുക. സാവധാനം പഴയ നിലയിലേക്ക് വരിക. 2 കാലിൽ ഒരു 3 തവണ വെച്ച് ചെയ്യുക. മുട്ടുതേയ്മാനം ഉള്ളവരിൽ തുടയുടെ പിൻഭാഗത്തെ പേശികൾ മുറുകിയിരിക്കാറുണ്ട്. അത് അയവ് വരുന്നതിന് ഈ എക്സർസൈസ് നല്ലതാണ്.